മിക്സിയിൽ ഒന്ന് കറക്കി ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വെറും 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിൽ വെള്ളപ്പറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഹൈ സ്പീഡിൽ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഹൈ സ്പീഡിൽ 30 സെക്കൻഡ് നേരം അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മൈദയിലും തയ്യാറാക്കാവുന്നതാണ്. ഇന്നിവിടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ പാൽപ്പൊടി ചേർക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ലോ സ്പീഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് വന്നപ്പോൾ ഇതൊരല്പം കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും പാല് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാല് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലെ വ്യത്യാസം അനുസരിച്ച് പാലിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ സാധ്യതയുണ്ട്. കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ തയ്യാറാക്കി എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്കിത് മുഴുവനായിട്ടും കേക്ക് ടിന്നിൽ ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുഴിയിലേക്കായിട്ട് ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഓരോ കുഴിയുടെയും 1/4 ഭാഗത്തോളമായിട്ട് കൂട്ടൊഴിച്ച് കൊടുക്കാം. നിറച്ചൊഴിച്ച് കൊടുക്കരുത്. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പഴയ തവ താഴെ വെച്ചിട്ടുണ്ട്. തവ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പാൻ വെച്ച് കൊടുക്കാം. മൂടി വെച്ച് അടച്ചു കൊടുക്കാം. മൂടിയിൽ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പോ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കൂടെ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. രുചി ഒന്നും കൂടെ കൂടാനായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊരു ചോക്ലേറ്റിൻ്റെ കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഓവനിൽ വെച്ച് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ചോക്ലേറ്റ് നല്ലപോലെ മെൽട്ടായിട്ട് വരും. അതിനുശേഷം ഇത് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൂടെ ചെയ്തെടുത്ത് വരുമ്പോൾ ഈ ഒരു കേക്കിൻ്റെ രുചി നല്ലപോലെ കൂടും. നിങ്ങൾ ഈ ഒരു രീതിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ടാണ് പഞ്ചസാര 1/2 കപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ആ ഒരു കോട്ടിങ് നല്ല പോലെ തന്നെ സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. 4 മുതൽ 5 ദിവസത്തേക്ക് ഒട്ടും തന്നെ കേടാവാതെ ഈ ഒരു കേക്ക് ഇരുന്നോളും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ണിയപ്പ ചട്ടിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.